ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ റോളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ എയുടെ റോളിനെ കുറിച്ചാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടെക്നോളജിയാണ്. അതുപയോഗിച്ചുകൊണ്ട് മെഷീൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒക്കെ ആളുകൾ ചെയ്യുന്ന ജോലി പോലെ തന്നെ ചെയ്യുക. അതായത് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ്, മനുഷ്യൻ എങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നോ അതേപോലെ തന്നെ ഒരു മെഷീനോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അതിനെ ഏബിൾ ആക്കുക എന്നുള്ള ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഓരോ സ്ഥാപനങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഡിസിഷൻ മേക്കിംഗ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുക, ഇതൊക്കെയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അതിൻ്റെ റോൾ എന്ന് പറയുന്നത്. AI ടെക്നോളജി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഫംഗ്ഷനിലും മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. ഡെസിഷൻ മേക്കിംഗ് വളരെ സ്മാർട്ടായിട്ട് എടുക്കുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു ടെക്നോളജി തരുന്നുണ്ട്. ഓർഗനൈസേഷനിൻ്റെ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിന് ഇതിൻ്റെ യൂസേജ് കൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ വരുന്ന AI അടുത്ത റോളിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും മാനേജിങ് ആൻഡ് ഇംപ്രൂവിങ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ്സിൻ്റെ ഓരോ ആക്ടിവിറ്റിനെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ഓട്ടോമേറ്റ് റുട്ടീൻ ടാസ്ക്. ഓരോ ദിവസവും ചെയ്യേണ്ട ജോലികളെ ഓട്ടോമേഷനിലൂടെ അതെന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓൺലൈസ് ചെയ്യുക, ഡാറ്റേനെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ ബിസിനസ്സിൽ AI യൂസ് ചെയ്യുമ്പം കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുവഴി നമുക്ക് നല്ല ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റോൾ ഓഫ് AI എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ്സിനെ ഓട്ടോമേറ്റഡ് ആക്കുക, ഡാറ്റ അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, കസ്റ്റമറുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുക, ബിസിനസ്സിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിലെങ്ങനെയാണ് AI ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. AI യൂസ് ചെയ്യുന്ന വഴി മാനേജേഴ്സിന് ആക്യുറേറ്റ് ആയിട്ടും കൃത്യമായിട്ടും ബിസിനസ് ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റകളെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സോ ഈ ഡാറ്റകളെയൊക്കെ വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് നല്ല കൃത്യമായ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്ഫുള്ളാക്കുന്നു. AI സിസ്റ്റംസ് പ്രധാനമായിട്ടും ഒരു പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ട്രെൻഡ്, ഒരു 10 വർഷം എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഇതെങ്ങനെയാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇംപ്രൂവ്സ് ദ സ്പീഡ് ഓഫ് ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ നമുക്ക് എത്ര സ്പീഡിലാണോ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് അതിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഡിസിഷൻ മേക്കിങ്ങിൽ ഇത് ഉപയോഗിക്കുന്ന 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, റിസ്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാവിയിൽ സെയിൽസ് എത്ര വരുന്ന ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണ്, ഇനി അത് നെക്സ്റ്റ് ഏതിലേക്ക് പോകും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രത്യേകിച്ചിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ AI റോൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് AI റോള് മാർക്കറ്റിങ്ങിൽ എന്താണെന്നുള്ളത്. പ്രധാനമായിട്ടും മാർക്കറ്റിങ്ങിൽ ഒരുപാട് കമ്പനീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ കസ്റ്റമറുടെ ബിഹേവിയറിനെ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് നല്ല വ്യക്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ AI ടൂൾസ് ബിസിനസ്സിനെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കുക, ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ആൻഡ് അതേപോലെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാം. ആൻഡ് കൂടാതെ ഓർഗനൈസേഷൻസിന് കൃത്യമായിട്ട് കസ്റ്റമറുടെ പ്രിഫറൻസുകൾ, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, അതിനെ കൃത്യമായി അനലൈസ് ചെയ്യാനൊക്കെ ഓർഗനൈസേഷനെ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുക. അതായത് ഓരോ പ്രായത്തിലുള്ള ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക. പിന്നെ കസ്റ്റമറുടെ ബിഹേവിയർ എന്താണെന്നുള്ള അനാലിസിസ് നടത്താൻ പറ്റുക. സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുക. പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിങ്ങിൽ എ ഐയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എ ഐ ഇൻ ഫിനാൻസ് ആണ്. എ ഐ ടെക്നോളജി ഫിനാൻസിൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൂടാതെ ഫിനാൻസ് മാറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ പൈസയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ടും തെറ്റ് പറ്റാതിരിക്കാനും സെക്യൂരിറ്റിയോടുകൂടി ചെയ്യാനും ഒക്കെയാണ് എ ഐ യൂസ് ചെയ്യുന്നത് ഫിനാൻസിൽ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ ഐ സിസ്റ്റം യൂസ് ചെയ്യുന്നത് അവർ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും എന്തെങ്കിലും അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ, ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ടോ, കള്ളത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് മൂന്നാമത്തേൽ പറയുന്നത് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിനെ ഇത് സഹായിക്കുന്നു. നമുക്ക് ഭാവിയിൽ എത്ര രൂപ ഇനി ആവശ്യം വരും, അല്ലെങ്കിൽ എവിടെ നിന്ന് റേസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എത്ര വേണമെന്ന് കണക്കാക്കാനും അതുപോലെ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് നടത്താനും ഒക്കെ നമുക്ക് എ ഐ സപ്പോർട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് ഫീൽഡിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എവിടെയെങ്കിലും തെറ്റ് പറ്റിയത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് പറയുന്നത്. പിന്നെ ഓൺലൈൻ ബാങ്കിങ് സെക്യൂരിറ്റിയാണ്. പിന്നെ ഫിനാൻഷ്യലി നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റംസ് നമുക്ക് ഇതുവഴി ലഭ്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എ ഐ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതായത് HR മാനേജ്മെൻറ്റിൽ ഇതിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. ഓരോ ഓർഗനൈസേഷനും അവിടെ എത്ര എംപ്ലോയീസ് വേണം, അതുപോലെ അവരുടെ ഓരോരുത്തരുടെ ആക്ടിവിറ്റീസ് എന്താണ്, ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധം ഓർഗനൈസേഷൻ ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. HR ഡിപ്പാർട്ട്മെൻറ്റ്സ് എ ഐ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനും എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് ഒക്കെ മാനേജ് ചെയ്യാനും ഒക്കെ ഇത് HR ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിലും അതിനൊക്കെ ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. സോ HR മാനേജ്മെൻറ്റിൽ എ ഐയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എംപ്ലോയിയുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവരുടെ അറ്റൻഡൻസ് ഓരോ ദിവസവും അവർ എപ്പോൾ എത്തിയിട്ടുണ്ട്, ലേറ്റ് ആണോ, സമയത്ത് എത്തിയിട്ടുണ്ടോ, എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതിൻ്റെ അറ്റൻഡൻസ് മാനേജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്കുള്ള ട്രെയിനിങ്ങുകളും മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകളും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് എ ഐ ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ എ ഐയുടെ റോൾ എന്താണെന്നുള്ളതാണ്. ഈ എ ഐ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റികളെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. എ ഐയിലൂടെ ഓരോ ഓർഗനൈസേഷനും അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസീനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിക്കുക എന്ന് പറയുന്നത്, അവിടെ എല്ലാം ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കുക ആൻഡ് ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുക. ഓൾസോ സപ്പോർട്ട്സ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. കൂടാതെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻവെൻട്രി എത്രയുണ്ട്, ഇനി നമുക്കത് ഓർഡർ കൊടുക്കേണ്ട സമയമായോ അല്ലെങ്കിൽ അധികം സ്റ്റോക്കായി കിടക്കുന്നുണ്ടോ എന്നുള്ളതും അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനൊക്കെ എ ഐ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ കൃത്യമായിട്ട് എ ഐയുടെ റോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇൻവെൻട്രീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓട്ടോമേഷന് വേണ്ടിയിട്ട്, പിന്നെ ക്വാളിറ്റി ചെക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ബിസിനസ് നമുക്ക് ഭരിക്കണമെങ്കിൽ അതിൽ എ ഐ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് എ ഐ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതേസമയം അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഇത് വേണം, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങുമ്പം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഡീമെറിറ്റായിട്ട് പറയുന്നത്. രണ്ടാമത്തത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എ ഐ ഉണ്ടെങ്കിൽ ഡെസിഷൻ എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എപ്പോഴും പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യത വരുന്നുണ്ട്.
മൂന്നാമത്തത് ബെറ്റർ കസ്റ്റമർ സർവീസാണ്. ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം ഇതിൻ്റെ ഡീമെറിറ്റ് പറയുന്നത് അങ്ങനെ സർവീസ് കൊടുക്കണമെങ്കിൽ അത് പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ, ആ ഒരു ടെക്നോളജീനെയാണ്. സോ അതെപ്പോഴും ടെക്നോളജീനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പോരായ്മ. നാലാമത്തത് റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. AI യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റിനെയൊക്കെ ഒരു പരിധി വരേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും, സമയം കൂട്ടാൻ പറ്റും, ഒരുപാട് ആളുകൾ ചെയ്യേണ്ട ജോലി എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതേപോലെ തന്നെ ലാക്ക് ഓഫ് ടെക്നിക്കൽ സ്കിൽസ്, അങ്ങനെ അതൊക്കെ സ്യൂട്ടബിളായിട്ട് നമുക്ക് എല്ലാറ്റിലും അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ടെക്നിക്കൽ സ്കില്ല് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്കില്ലില്ലാത്ത ഒരാളെ സംബന്ധിച്ചുള്ള അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പോരായ്മയായിട്ടാണ് പറയുന്നത് ടെക്നിക്കൽ സ്കില്ല് ഇല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അഞ്ചാമത്തത് ഇംപ്രൂവ്ഡ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബിസിനസ്സിനെ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേസമയം ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം ബിസിനസ് ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, അതേസമയം തന്നെ ഒരു കൂട്ടം ജോലികൾ അവിടെ ഇല്ലാതെ ആവുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ചെയ്യേണ്ട വർക്ക് ഈസി ആയിട്ട് ഓട്ടോമേഷൻ കൊണ്ടുവരുമ്പോൾ അത്രയും ആളുകൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ AI ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും അതേപോലെ തന്നെ അതിൻ്റെ ഡീമെറിറ്റും പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മൊത്തത്തിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഏതൊക്കെ മേഖലയിൽ AI യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ലാസ്റ്റ് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, അക്കൗണ്ട്സ് ഒക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്